വിദ്യാർത്ഥികളെ, ഓണപ്പരീക്ഷ 4ാം ക്ലാസ്സിൻ്റെ എൻവയോൺമെൻറ്റ് സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി 1 അഡാപ്റ്റേഷൻ ആണ് തന്നിരിക്കുന്നത് അല്ലേ. ദ ഫോളോയിങ് ആർ ദ അഡാപ്റ്റേഷൻ ഫൗണ്ട് ഇൻ സം ഓർഗാനിസം. ഫൈൻഡ് ദ ഓർഗാനിസം. ആൻ ഓർഗാനിസം ദാറ്റ് സ്റ്റോർ ഫാറ്റ് ഓൺ ഇറ്റ്സ് ഹംബ്. ഹമ്പിൽ ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നത് ആരാണ്? ക്യാമൽ. ആരാണ്? ക്യാമൽ, ഒട്ടകം അല്ലേ. മലയാളം മീഡിയംകാരാണെങ്കിൽ ഒട്ടകം എന്ന് എഴുതണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആൻ ഓർഗാനിസം ഫ്രം ദ പോളാർ റീജിയൻ ദാറ്റ് സ്റ്റോർ ഫാറ്റ് അണ്ടർ ഇറ്റ് സ്കിൻ. സ്കിന്നിന്റെ അടിയിൽ ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നത് പോളാർ റീജിയൻ. നമ്മൾ ടെക്സ്റ്റ് പഠിച്ചിട്ടുണ്ട് അല്ലേ, പോളാർ റീജിയൻ. ആരാണ്? പെൻഗ്വിൻ. ആരാണ് മക്കളെ? പെൻഗ്വിൻ. പെൻഗ്വിൻ അല്ലേ, പെൻഗ്വിൻ ആണ്. സി, ഓർഗാനിസം ദാറ്റ് ബ്രീത്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗിൽ. ഗിൽസിന്റെ ഹെൽപ്പോട് കൂടി ബ്രീത്ത് ചെയ്യുന്ന ഓർഗാനിസം ഏതാണ്? ഫിഷ് അല്ലേ, മത്സ്യമാണ്. ഇനി an organism that can move easily in water, its fingers are connected with the skin. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. an organism that can move easily in water as its fingers with connected with the skin. ഇത് നമ്മൾ ഫ്രോഗിലും സ്കിന്നിനോട് ഫിംഗേഴ്സ് കണക്ട് ചെയ്തിരിക്കുന്ന കാര്യം പഠിച്ചിട്ടുണ്ട്, ഡക്കിലും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഡക്കാണ്, താറാവ്. ഇനി കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. കുറച്ച് എലമെന്റ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഇന്റർഡിപെൻഡൻസ് തന്നിട്ടുണ്ട്. വാട്ടർ, ജലം അല്ലേ. ദ എലമെന്റ് ദാറ്റ് ഹെൽപ്സ് ഇൻ ഓർഗാനിസം ടു ലീവ്, ബാത്ത് ആൻഡ് ഡ്രിങ്ക്. എന്താ പറഞ്ഞിരിക്കുന്നത്? ജീവികൾക്ക് താമസിക്കാനും കുളിക്കാനും കുടിക്കാനും ആവശ്യമായ ഘടകമാണ്. നെക്സ്റ്റ് എന്താ പറയണേ? ദ എലമെന്റ് നീഡ് ഓൾ ഓർഗാനിസം ടു ബ്രീത്ത്. എല്ലാ ജീവികൾക്കും ശ്വസിക്കാൻ ആവശ്യമായ ഘടകം ഏതെന്നാ ചോദിച്ചേക്കണം. അപ്പൊ ഏതാണ്? ഓക്സിജൻ അല്ലെ, എയർ. എയർ അല്ലെങ്കിൽ വായു എന്ന് എഴുതാം അല്ലെ, എയർ. അടുത്തത് സോയിൽ. സോയിലിന് എന്താണ്? ദ എലമെന്റ് ദാറ്റ് ഹെൽപ്പ് ഓർഗാനിസം ടു എന്താണ്? ലീവ്. ഈ സെന്റൻസ് എഴുതാം. ഓർഗാനിസം ടു ലീവ്. പിന്നെന്താണ്? പിന്നെ പ്ലാന്റ്സിന്റെ നിലനിൽപ്പിനും അല്ലേ, പ്ലാന്റ്സിന്റെ നിലനിൽപ്പിനും എന്താവശ്യമാണ്? സോയില് ആവശ്യമാണ്. ഹെൽപ്സ് ഇൻ ഓർഗാനിസംസ് ആൻഡ് പ്ലാന്റ്സ് ടു ലീവ് അല്ലേ, അങ്ങനെ എഴുതാം. സി ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ഫേവറബിൾ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് പ്ലാന്റ് ഗ്രോ ഇൻ ഡെസേർട്ട്. ഡെസേർട്ടിൽ വളരാൻ പ്ലാന്റ്സിന് ഫേവറബിൾ ആയിട്ടുള്ളത് എന്താണ്? തിൻ സ്റ്റെം ആണോ, ഡീപ് റൂട്ട് ആണോ, ലാർജ് ലീവ്സ് ആണോ, വാക്സി കോട്ടിംഗ് ഓൺ ദ സ്റ്റെം ആണോ? എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നതിൽ 2ഉം 4ഉം ശരിയാണ്. ഡീപ്പ് റൂട്ട്സ് ഉണ്ട്, പിന്നെ എന്താണ്? വാക്സി കോട്ടിംഗ് ഓൺ ദ സ്റ്റെം. ഡീപ്പ് റൂട്ട്സ് നമ്മൾ പഠിച്ചിട്ടില്ലേ സീറോഫൈറ്റ്സില്, മരൂഹങ്ങൾ എന്ന് പറഞ്ഞതില്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ബി, 2ഉം 4ഉമാണ്. 2ഉം 4ഉം. നെക്സ്റ്റ് ആക്ടിവിറ്റി 1B, ഹാബിറ്റാറ്റ്സ്. ഹാബിറ്റാറ്റ്സിൽ നമുക്ക് നോക്കാം. എക്സാമിൻ ദ പിക്ചർ ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് ഡൗൺ ദർ ദേ ലീവ്. ഇവരെവിടെ ജീവിക്കുന്നത് എന്നുള്ളത് നിങ്ങളോട് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ടോട്ടോയ്സ്, ആമ അല്ലെ, കരയിലും വെള്ളത്തിലും. ഓൺ ലാൻഡ് ആൻഡ് വാട്ടർ. നെക്സ്റ്റ് പ്രോൺസ് അല്ലെ, ചെമ്മീൻ. ചെമ്മീൻ എവിടെയാണ്? ഓൺ എവിടെയാണ്? ഇൻ വാട്ടർ അല്ലെ. എവിടെയാണ്? വാട്ടർ. വാട്ടർ, ഇൻ വാട്ടർ. അടുത്തത് ക്യാമൽ. ക്യാമൽ എവിടെയാണ്? ഡെസേർട്ട് എന്ന് എഴുതരുത്, നമ്മൾ എവിടെയാണ്? ലാൻഡിലാണോ വാട്ടറിലാണോ എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഓൺ ലാൻഡ്. നെക്സ്റ്റ് ആരെവിടെയാണ്? നെക്സ്റ്റ് ഫ്രോഗ്. ഫ്രോഗ് എവിടെയാണ്? ഓൺ ലാൻഡ് ആൻഡ് വാട്ടർ. ഓൺ ലാൻഡ് ആൻഡ് വാട്ടർ ആൻഡ് ഇൻ വാട്ടർ. നെക്സ്റ്റ് ഫിഷ്. ഫിഷ് എവിടെ മാത്രമേ ഉള്ളൂ? ഇൻ വാട്ടർ, വാട്ടറിൽ അല്ലേ. റൈറ്റ് ഡൗൺ ദ എനി വൺ ഫീച്ചർ ഓഫ് എ വാട്ടർ ലില്ലി ആൻഡ് ഫ്രോഗ്. വാട്ടർ ലില്ലിയുടെയും ഫ്രോഗിന്റെയും ഒരെണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ടർ ലില്ലി നമുക്കറിയാം എന്താണ്? വാക്സി കോട്ടിംഗ്, എയർ സാക്സ് ഉണ്ട്. എയർ സാക്സ് പ്രസന്റ് ആണ് അല്ലെ സ്റ്റെമ്മില്. വായു അറകളുണ്ട്. എയർ സാക് പ്രസന്റ് ഓൺ സ്റ്റെം. പിന്നെ എന്താണ്? വാക്സി കോട്ടിംഗ് ഓൺ ലീഫ്, വാക്സി കോട്ടിംഗ് ലീഫ്. പിന്നെ ബ്രോഡ് ലീഫ് അല്ലേ, ബ്രോഡ് ലീഫ്. ഇങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്നത് എഴുതാം. പിന്നെ ഫ്രോഗ്. ഫ്രോഗിന്റെ എന്താണ്? ഫ്രോഗ് നമ്മളിപ്പോൾ മോളിൽ പറഞ്ഞിരുന്നു അല്ലേ. എങ്ങനെയാണ്? ദാറ്റ് ക്യാൻ മൂവ് ഈസിലി ഇൻ വാട്ടർ ആസ് ഇറ്റ് ഫിംഗേഴ്സ് ആർ കണക്റ്റഡ് വിത്ത് സ്കിൻ.
ഫിംഗേഴ്സ് കണക്റ്റഡ് വിത്ത് സ്കിൻ. പിന്നെന്താണ്? ഫിംഗേഴ്സ് കണക്റ്റഡ് വിത്ത് സ്കിൻ, സ്ലൈമി ബോഡി. പിന്നെന്താണ്? ഫോർഹെഡ് ഓൺ ഐസ് ഓൺ ഫോർഹെഡ് അല്ലേ? ഐസ്, 2 ഐസ് എവിടെയാണ്? ഫോർഹെഡിൻ്റെ അവിടെയാണ് അല്ലേ? ഓക്കെ. സി ക്വസ്റ്റ്യൻ, വിച്ച് ആനിമൽ ലീവ്സ് ഓൺ പോളാർ റീജിയൻ? പോളാർ റീജിയനിൽ ജീവിക്കുന്നത് ഏതാണ്? നമുക്ക് ഏതാണ്? ഡോൾഫിൻ, പെൻഗ്വിൻ, ക്യാമൽ, ടോർട്ടോയിസ്. ഏതാണ്? പെൻഗ്വിൻ. പോളാർ റീജിയൻസിൽ താമസിക്കുന്നത് പെൻഗ്വിനാണ്. വാട്ടർ ലില്ലി എന്ന് പറഞ്ഞാൽ ആമ്പലാണ് കേട്ടോ. ഇതിൽ ആമ്പലാണ്, ആമ്പലിൻ്റെയാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം 2 ആക്ടിവിറ്റി 2 നോക്കാം. ഇൻഡിപെൻഡൻസ് ഡേ. ഫ്രണ്ട്സ് 4th സ്റ്റാൻഡേർഡ് വെയർ ബിസി പ്രിപ്പയറിംഗ് ക്വസ്റ്റ്യൻസ് ഫോർ എ ക്വിസ് കോമ്പറ്റീഷൻ ടു ഹെൽഡ് ഓൺ ദ ഇൻഡിപെൻഡൻസ് ഡേ. ഹെൽപ്പ് ദം ഫൈൻഡ് ദ ആൻസേഴ്സ് ഫോർ ദ ക്വസ്റ്റ്യൻ. നെയിം ദ ഫോറിനേഴ്സ് ഹൂ റൂൾഡ് അവർ കൺട്രി ബിഫോർ ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസിന് മുമ്പ് ഏത് ഫോറിനേഴ്സാണ് നമ്മുടെ? നെയിം ദ ഫോറിനേഴ്സ് ഹൂ റൂൾഡ് അവർ കൺട്രി. നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നത് ആരായിരുന്നു? ബ്രിട്ടീഷ് അല്ലേ? ബ്രിട്ടീഷുകാർ. ഇനി നെയിം ദ ബീച്ച് വെയർ ഗാന്ധിജി വാസ് ആൻഡ് ഹിസ് ഫ്രണ്ട്സ് മാർച്ച്ഡ് ഫ്രം സബർമതി ആശ്രമം ഡ്യൂറിങ് സോൾട്ട് സത്യാഗ്രഹ. ഏത് ബീച്ചിലാണ്? ദണ്ഡി ബീച്ച്. ഏത് ബീച്ചാണ്? ദണ്ഡി ബീച്ച്. നെക്സ്റ്റ് ഈ പിക്ചറിൽ കാണുന്നതാണ് ദ വിന്നേഴ്സ് ഓഫ് ക്വിസ് കോമ്പറ്റീഷൻ വെയർ ഗിവൺ എ ബുക്ക് ഫ്രീഡം ഫൈറ്റേഴ്സ് ഓഫ് കേരളാസ് as gift. എ പേജ് ഫ്രം ബുക്ക് ഗിവൺ ബിലോ കംപ്ലീറ്റഡ്. ഇതാരാണ്? കെ കേളപ്പൻ. ആരാണ്? കെ കേളപ്പൻ. ഇദ്ദേഹം നയിച്ച ഇതേതാണ്? സോൾട്ട് സത്യാഗ്രഹ, ഉപ്പ് സത്യാഗ്രഹം. സോൾട്ട് സത്യാഗ്രഹ. അടുത്തത് ദ പ്ലേസ് വെയർ ദ സ്ട്രഗിൾ ടൂക്ക് പ്ലേസ്. ഇത് സമരം നടന്ന സ്ഥലം എന്ന് പറയുന്നത് പയ്യന്നൂർ ബീച്ചിലാണ്. നമ്മൾ പഠിച്ചില്ലേ? പയ്യന്നൂർ എവിടെയാണ്? കണ്ണൂർ. ഇനി ആക്ടിവിറ്റി 3 എക്കോസിസ്റ്റം ആണ് പറഞ്ഞത്. ദ പിക്ചർ ഓഫ് എ പോണ്ട് ഇൻ ബയോഡൈവേഴ്സിറ്റി പാർക്ക് ഓഫ് GLP സ്കൂൾ ഈസ് ഗിവൺ ബിലോ. വിച്ച് ആർ ദ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് കണക്റ്റഡ് വിത്ത് ദ പോണ്ട് ആസ് ദ എക്കോസിസ്റ്റം. ഏതെങ്കിലും 4 ഒരു ഇതിൻ്റെ പേര് എഴുതിയാൽ മതി, പോണ്ടിലുള്ള ആനിമൽസിൻ്റെ. വിച്ച് ആർ ദ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് കണക്റ്റഡ് വിത്ത് ദ പോണ്ട്. ഏതൊക്കെയാണ്? ഫ്രോഗ് ഉണ്ട്, പിന്നെ ഏതാണ്? ഫിഷ് ഉണ്ട്, പിന്നെ പ്ലാന്റ്സ് ഉണ്ട് അല്ലേ? ഏതെങ്കിലും 4 പ്ലാന്റ്സ് ആനിമൽസിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് 4 എണ്ണം എഴുതുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ എനി 4 എക്കോസിസ്റ്റം ദാറ്റ് യു നോ. ഏതെങ്കിലും 4 എക്കോസിസ്റ്റത്തിൻ്റെ പേര്. പോണ്ട്, റിവർ, സീ, ഡെസേർട്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും 4 ഇതിൻ്റെ പേരുകൾ എഴുതാം. ഗ്രാസ് ലാൻഡ് അല്ലേ? അപ്പോൾ ഏതെങ്കിലും 4 എക്കോസിസ്റ്റം ആവാസ വ്യവസ്ഥകളുടെ പേര് എഴുതുക. സി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ഓഫ് നോൺ ലിവിങ് തിങ് ദാറ്റ് യു ക്യാൻ സീ ഇൻ ദ പോണ്ട്. റൈറ്റ് ദ നെയിം ഓഫ് നോൺ ലിവിങ് തിങ് ദാറ്റ് യു ക്യാൻ സീ ഇൻ ദ പോണ്ട്. പോണ്ടിൽ കാണുന്ന നോൺ ലിവിങ് തിങ്ങിൻ്റെ, ജീവനില്ലാത്ത ഒരു സാധനത്തിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? വാട്ടർ അല്ലേ? വാട്ടറിന് ജീവനുണ്ടോ? ഇല്ല. റൈറ്റ് ദ നെയിം ഓഫ് നോൺ ലിവിങ് തിങ് ദാറ്റ് യു ക്യാൻ സീ ഇൻ പോണ്ട്. ഏതാണ്? വാട്ടർ. ഇനി ആക്ടിവിറ്റി 4 മെത്തേഡ്സ് ഓഫ് സ്ട്രഗിൾസ്. ദ പോസ്റ്റർ ഓഫ് എക്സിബിറ്റഡ് ഓൺ ഗാന്ധി ജയന്തി ഈസ് ഗിവൺ ബിലോ കംപ്ലീറ്റഡ്. ബർത്ത് പ്ലേസ് എവിടെയാണ്? ഗാന്ധിജിയുടെ ബർത്ത് പ്ലേസ് എവിടെയാണ്? പോർബന്ദർ അല്ലേ? ഗുജറാത്തിലെ പോർബന്ദർ. അടുത്തത് അദ്ദേഹത്തിൻ്റെ പേരൻസിൻ്റെ പേര്. കരംചന്ദ് ഗാന്ധി, പുത്ലിബായി അല്ലേ? പിന്നെ അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത് ഏതാണ്? ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ് ഓൺ ദ ട്രൂത്ത് അല്ലേ? അതായത് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥകൾ. ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ് ഓൺ ദ ട്രൂത്ത്. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. നെക്സ്റ്റ് മെത്തേഡ് ഓഫ് സ്ട്രഗിൾ. ഇദ്ദേഹം പങ്കെടുത്തത് ഏതെങ്കിലും ഒരു സത്യാഗ്രഹം അല്ലേ? സോൾട്ട് സത്യാഗ്രഹം ഉണ്ട്, ക്വിറ്റ് ഇന്ത്യ ഉണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും എഴുതാം.
സോൾട്ട് സത്യാഗ്രഹം ഉണ്ട്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഉണ്ട് അല്ലേ? ഇത് വേണമെങ്കിലും എഴുതാം. ഈ ക്വസ്റ്റ്യൻ, റീഡ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്, ഫൈൻഡ് ദ കറക്റ്റ് വൺ ആൻഡ് റൈറ്റ് ഇറ്റ്. ഗാന്ധിജി വാസ് എ ലീഡർ വിത്ത് ഹൈ ഐഡിയൽസ് ആൻഡ് സിമ്പിൾ ലിവിങ്. ചിൽഡ്രൻ കോൾഡ് ഹിം നേതാജി. ഇത് ഗാന്ധിജി വാസ് എ ലീഡർ വിത്ത് ഹൈ ഐഡിയൽസ് ആൻഡ് സിമ്പിൾ ലിവിങ് ടു ചിൽഡ്രൻ കോൾഡ് ഹിം നേതാജി. നേതാജി എന്ന് വിളിച്ചത് ആരെയാണ്? നേതാജി എന്ന് വിളിച്ചത് ഇദ്ദേഹത്തെയാണോ? അല്ല, നേതാജി എന്ന് വിളിച്ചത് ഗാന്ധിജീനെ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതിൽ ഏതാണ് ശരി എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ശരി, ഒന്ന് മാത്രമാണ് ശരി. 1 ഈസ് കറക്റ്റ്. എ ആണ് നിങ്ങളിവിടെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇനി താഴെ കുറച്ച് ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ പേര് തന്നിട്ടുണ്ട്. അവരുടെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ആളാരാണ്? ഭഗത് സിംഗ്. രണ്ടാമത്തെ ആരാണ്? സരോജിനി നായിഡു. അടുത്തതാരാണ്? അരുണ ആസ്ഫലി തന്നിട്ടുണ്ട്. അടുത്തതാരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്ത ലാസ്റ്റത്തെ ആളാരാണ്? ഡോക്ടർ BR അംബേദ്കർ. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് പഠിച്ചിട്ടുണ്ട് ഡോക്ടർ BR അംബേദ്കർ അല്ലേ? നെക്സ്റ്റ്, റൈറ്റ് ദ ഫുൾ നെയിം ഓഫ് ഗാന്ധിജി ഫ്രം ദ ഫോളോയിങ്. ഗാന്ധിജിയുടെ ശരിക്കുള്ള പേരെന്താണ്? എന്താണ് ഗാന്ധിജിയുടെ ശരിക്കുള്ള പേര്? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അല്ലേ? ബി ആണ് ശരിയായ ഉത്തരം. ഇനി ആക്ടിവിറ്റി 5 പറഞ്ഞിരിക്കുന്നു പ്രൊട്ടക്ഷൻ ഓഫ് ഹാബിറ്റാറ്റ്. ഇവിടെ ഒരു കാർട്ടൂൺ തന്നിട്ടുണ്ട്. വാട്ട് ബെനിഫിറ്റ്സ് ഡസ് ദ സ്പാരോ ഗെറ്റ് ഫ്രം ദിസ് ഓൾഡ് ഗ്രാൻഡ് മദർ ട്രീ? എന്തൊക്കെയാണ് ഈ ട്രീയിൽ നിന്ന് ഈ പക്ഷിക്ക് കിട്ടുന്ന എന്താണ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്? ഫുഡ് ഉണ്ട്, പിന്നെ എന്താണ് ഹാബിറ്റാറ്റ് അല്ലേ? ഹാബിറ്റാറ്റ് അതിൻ്റെ വാസസ്ഥലം, പിന്നെ പ്രൊട്ടക്ഷൻ, റെയിനിൽ നിന്നും അല്ലേ ഇത് ചൂടിൽ നിന്നും ഒക്കെയുള്ള പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. ഇനി നെക്സ്റ്റ്, മെനി ഓർഗാനിസം വിൽ ലോസ് ദെയർ ഹാബിറ്റാറ്റ് ഇഫ് ഫോറസ്റ്റ് ഈസ് ഡിസ്ട്രോയിഡ്. പ്രിപ്പയർ എ പോസ്റ്റർ അഗെയിൻസ്റ്റ് ഡീഫോറസ്റ്റേഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഫോറസ്റ്റ് നശിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഫോറസ്റ്റ് ഇസ് നോട്ട് ഡിസ്ട്രോയിഡ്. ഇഫ് ഫോറസ്റ്റ് ഇസ് ഡിസ്ട്രോയിഡ് വി വിൽ ലോസിങ് ഓഫ് ഹാബിറ്റാറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഫോറസ്റ്റ് ഇസ് നോട്ട് ഡിസ്ട്രോയിഡ് എങ്ങനെയൊക്കെ പറഞ്ഞൊരു പോസ്റ്റർ തയ്യാറാക്കാവുന്നതാണ്. അതുപോലെ ഫോറസ്റ്റ് ഇസ് പ്രൊട്ടക്റ്റഡ്, ഫ്യൂച്ചർ ഈസ് ബെറ്റർ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കാം. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എക്സാമ്പിൾ ഫോർ മാൻമെയ്ഡ് ഹാബിറ്റാറ്റ്? മാൻമെയ്ഡ് ഹാബിറ്റാറ്റിന് ഒരു എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞത്. ഗ്രാസ്ലാൻഡ്, ബയോഡൈവേഴ്സിറ്റി പാർക്ക്, സേക്രഡ് ഗ്രൂവ്സ്, ഫാം ലാൻഡ്. ഏതാണ്? 2ഉം 4ഉം. ബയോഡൈവേഴ്സിറ്റി പാർക്കും ഫാം ലാൻഡും 2ഉം 4ഉം എഴുതിയ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.